ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് ഹൈവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഇതോടെ നിലവിൽ 6.5 മണിക്കൂറുള്ള യാത്രാ സമയം 2.5 മണിക്കൂറായി കുറയും. ഡൽഹി ഉത്തരാഖണ്ഡ് യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്ന പാത യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യും. വിഷ്ണു പ്രസാദ് അവിടെ നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു പ്രസാദ്, ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷമുള്ളൊരു ദിവസം, ഒപ്പം അഭിമാനകരമായ ഒരു നേട്ടം കൈവരിക്കുന്ന ദിവസം കൂടിയാണല്ലോ. വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു? മോത്തി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഉത്തർപ്രദേശിനെ സംബന്ധിച്ചും ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചും ഡൽഹിയെ സംബന്ധിച്ചും എല്ലാം തന്നെ ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേ എന്ന് പറയുന്നത്. 12,000 കോടി രൂപ ചെലവിൽ 213 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പുതിയ എക്സ്പ്രസ് വേ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 4 ഘട്ടങ്ങളിലായി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത് ഡൽഹിയിൽ നിന്ന് ഉത്തരാഖണ്ഡിലേക്ക് പോകുന്ന ആളുകൾക്കാണ്. ഏകദേശം 6 മണിക്കൂർ സമയം ആവശ്യമായി വരുന്ന ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്ക് യാത്ര ഇനി മുതൽ 2.5 മണിക്കൂർ നേരം മാത്രമേ വരികയുള്ളൂ. ഇത് നമ്മൾ വന്ദേ ഭാരത് ട്രെയിനിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വന്ദേ ഭാരത് ട്രെയിനിൽ എത്തുന്നതിനേക്കാൾ നേരത്തെ റോഡ് മാർഗം നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. മാത്രവുമല്ല, ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ എക്സ്പ്രസ് വേക്ക്, ദേശീയപാതയ്ക്ക്. കാരണം ഒരു വന്യജീവി സങ്കേതത്തിന് മുകളിലൂടെയുള്ള ഏറ്റവും വലിയ എലിവേറ്റഡ് പാത കൂടിയാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ഈ എക്സ്പ്രസ് വേ എന്ന് പറയുന്നത്. ഈ എക്സ്പ്രസ് വേ യാഥാർത്ഥ്യമാകുമ്പോൾ പ്രധാനമായും നമ്മൾ രാജാജി നാഷണൽ പാർക്കിന് മുകളിലൂടെ 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള എലിവേറ്റഡ് ഹൈവേ ഉണ്ട്. ആ ഭാഗത്ത് ആനകൾക്ക് നടന്നു പോകാൻ 2 ആനത്താരകളും മറ്റു മൃഗങ്ങൾക്ക് കടന്നു പോകാൻ 6 പാതകളും ഉൾപ്പെടെയാണ് ഇതിൽ നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പാലം, ഈ ദേശീയപാത രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. 4 ഘട്ടങ്ങളിലായി നിർമ്മാണം ആരംഭിച്ച ദേശീയപാത ഇന്ന് രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിക്കുന്നു. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. ഡാഡ്കാളി ക്ഷേത്രത്തിന് സമീപം ഒരു 230 മീറ്റർ ദൈർഘ്യമുള്ളൊരു ടണൽ കൂടി ഈ ദേശീയപാതയുടെ ഭാഗമായുണ്ട്. അങ്ങനെ സവിശേഷതകൾ ഏറെയാണ്. പ്രധാനമായും 5 ഇടങ്ങളിലാണ് ടോൾ ബൂത്തുകൾ ഉണ്ടാവുക. പക്ഷേ ടോൾ നിരക്ക് എത്രയെന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവസാനവട്ട ചില മിനുക്കുപണികൾ കൂടി നടക്കുന്നുണ്ട്. അതായത് ചിലയിടങ്ങളിൽ പെയിന്റിംഗ് പോലെയുള്ള ചെറിയ പണികൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഹൈവേയുടെ നിർമ്മാണം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. മോദി, ശരി, എപ്പോഴാണ് ഈ ചടങ്ങൊക്കെ? മോത്തി, രാവിലെ 11 മണിക്കാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുള്ളത്. ആദ്യം അദ്ദേഹം ഡാഡ്കാളി ക്ഷേത്രത്തിലെത്തി അവിടെ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുത്തതിന് ശേഷമായിരിക്കും ഉദ്ഘാടന ചടങ്ങുകൾ ഡെറാഡൂണിൽ വെച്ചാണ് നടക്കുന്നത്. ഉത്തർപ്രദേശും അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിൻ്റെയും മുഖ്യമന്ത്രിമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുമുണ്ട്. വിഷ്ണുപ്രസാദാണ് ഡെറാഡൂണിൽ നിന്നും വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തുകൊണ്ടും ഏറെ പ്രത്യേകതകളുള്ള പാതയാണ്. അതിൻ്റെ രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. രാവിലെ 11 മണിക്കാണ് ചടങ്ങ്. ക്ഷേത്രത്തിലെത്തി പൂജകൾക്കൊക്കെ ശേഷം, പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും ഈ ചടങ്ങ് നടക്കുക എന്ന് ആണ് വിഷ്ണുപ്രസാദ് പങ്കുവച്ചത്.